സ്കൂളുകൾക്ക് എന്നൊക്കെ അവധി കൊടുക്കുന്നോ അന്നൊക്കെ നല്ല വെയിലിൻ്റെ ദിവസമായിരിക്കും പണ്ടേ പറയാറില്ലേ. ഇന്നത് കറക്റ്റായ ദിവസം തന്നെയായിരുന്നു. ഇന്നെന്തായാലും 3-4 ദിവസമായിട്ട് പെരും മഴയായിട്ട് പുറത്തിറങ്ങത്തില്ലെന്ന് പറഞ്ഞാൽ അതുപോലത്തെ കാറ്റും മഴയും. അപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഇന്നലെ എന്തായാലും മക്കൾക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല അവധിയായിട്ടും. ഇന്നിപ്പം അവധിയായിട്ട് നല്ല ആഘോഷമായിട്ട് കളിക്കാവുന്ന അവസ്ഥയാണ്. എന്തായാലും ഇത് കോഴിക്കോട് ജില്ലയിലെ കാര്യം കേട്ടോ ഇപ്പോൾ പറഞ്ഞു വരുന്നത്. പെരും കാറ്റും മഴയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയണ്ട. എൻ്റെ ചെടിയൊക്കെ ഓരോ വശംവതയായി കിടക്കുക. എങ്ങനെയാണെങ്കിലും ഞാൻ കുറച്ച് വളപ്രയോഗമൊക്കെ നടത്താമെന്ന് വിചാരിച്ച് എടുത്തുകൊണ്ട് വന്ന് നോക്കുമ്പോൾ ഇന്നത്തെ ദിവസം എടുത്തുകൊണ്ട് വരുന്നത് എല്ലാം പൊട്ടത്തരം മാത്രം കേട്ടോ. ഞാൻ ഇച്ചിരി ചെടി നടാമെന്ന വിത്ത് ഇച്ചിരി പാകിയേക്കാമെന്ന് ഓർത്തുകൊണ്ട് എടുത്തുകൊണ്ട് വന്നാൽ പാകിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്ന വിത്ത് എന്നാണെന്നറിയോ? പടക്കം. അത് കഴിഞ്ഞ വിഷുവിന് മേടിച്ച് വെച്ച പടക്കമാണ്. അതിപ്പോഴും അതുപോലെ ഇരിപ്പുണ്ട്. മക്കൾ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് എന്തായാലും പടക്കം പൊട്ടിയിട്ട് ഇച്ചിരി കുറയുമല്ലോ. അതും കഴിഞ്ഞ് എല്ലുപൊടി എടുത്തുകൊണ്ട് വന്നപ്പോൾ അത് ചാണകപ്പൊടി പോയി. എന്തെന്നില്ലാത്ത ആവേശം കൂടിയിട്ടാണോ എന്നറിയില്ല. ഇന്ന് മഴ ഇത്രയും ദിവസം പെയ്തിട്ടേ പുറത്തിറങ്ങാതെ ചെടിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ ചെയ്യണമെന്നൊരു തോന്നൽ വരികയല്ലേ. അങ്ങനെ എന്തായാലും ഇന്ന് എനിക്കൊരു വീഡിയോഗ്രാഫറും കൂടി ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അവധിയായത് സ്ഥിതിക്ക് ആളെ കിട്ടി. എന്നാൽ പിന്നെ ഇന്ന് ആളുടെ വകയായി വീഡിയോ എടുക്കൽ. അതിൻ്റെ ബാക്കി കലാപരിപാടികളെ ഇപ്പോൾ ഈ ഇടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തായാലും ഒരാൾക്ക് മുഖം കാണിക്കാൻ മടിയുള്ളയാളും ഒരാൾക്ക് പിന്നെ അത്രയും പ്രശ്നമില്ല മുഖം കാണിക്കാൻ. എന്നാൽ പിന്നെ ആളെ അങ്ങ് എടുത്തേക്കാന്ന് ഓർത്തു. അങ്ങനെ ആ ആളുടെ മുഖം മാത്രം കാണിച്ചിട്ടുണ്ട്. അവസാനമായപ്പോഴത്തേനും ഞാൻ വീഡിയോ എടുക്കുന്നതിന് കുശുമ്പിന് കയറി ഞങ്ങളുടെ വീഡിയോ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് കയറി വന്ന് ആൾ നിൽക്കുന്നതും അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് കേട്ടോ. എന്തായാലും ഞാൻ ഇച്ചിരി പൊട്ടാഷ് ഇട്ട് കൊടുത്തേക്കാന്ന് ഓർത്തോ. ഈ പൊട്ടാഷ് ചെടിക്ക് എപ്പോഴും നല്ലതാണ്. കാരണം ഒരു ചാരത്തിന് തുല്യമായിട്ടുള്ളൊരു സംഭവമാണല്ലോ പൊട്ടാഷ്. അപ്പോൾ പൊട്ടാഷ് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടിയൊക്കെ അത്യാവശ്യം പെട്ടെന്ന് തന്നെ ഒന്ന് ജീവൻ വെക്കും. കാരണം മഴയായതുകൊണ്ട് മരച്ച് നിൽക്കുമല്ലേ. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരാനേ നാട്ടുമ്പുറത്തെ കാഴ്ചകളും വിശേഷങ്ങളും തന്നെയല്ല, ചീവീടുകളുടെയൊക്കെ അത്യാവശ്യം നല്ല ഒച്ച